ഈ കാമത്തെ ഭയങ്കര മോശം സാധനമായിട്ടാണ് കാണുന്നത്. ഈ സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് എന്തോ മോശമാണ്. സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാതെ വളർന്നൊരു തലമുറയാണ് നമ്മൾ. ഒരു അമ്പലത്തിൽ പോകുന്ന സമയത്ത് 3 തരത്തിലുള്ള ശുദ്ധി ഉണ്ടാവണമെന്നാ പറയാ. ഒന്ന് ശരീരത്തിന്റെ ശുദ്ധി, അതിനാണ് നമ്മൾ കുളിക്കുന്നത്. 2 വാക്കിന്റെ ശുദ്ധി, അതിനാണ് നമ്മൾ നാമം ചൊല്ലണത്, അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇത് 3 നടന്നിട്ട് വേണം ഒരു ക്ഷേത്രത്തിൽ പോകാൻ. എല്ലാവരും മുദ്ര കുത്തുന്ന നമ്മുടെ ചില സെമറ്റിക് മതങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം കൊണ്ടാണ് ഈ കാമം എന്ന് പറയുന്നത് എന്തോ മോശമാണ് എന്നൊരു സാധനം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര മോശമായിട്ടുള്ള എന്തൊരു സാധനമാണ്. അങ്ങനെയല്ല, അതുപോലും നിങ്ങൾ ഭഗവാനിലേക്ക് തിരിക്കും എന്നാണ് വ്യാസക്കേട് പറയുന്നത്. കാരണം കാമം കൊണ്ട് ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ ലഭിച്ചിട്ടുണ്ട്. അത് അവർ കാമപൂർത്തീകരണത്തിന് ഭഗവാൻ ആഗ്രഹിച്ചിട്ടല്ല, അവരുടെ ആ ഗുണത്തെ അവർ ഭഗവാനെ സമർപ്പിച്ചു. പക്ഷെ അതുപോലും ഭഗവാനിലേക്ക് തിരിയുമ്പോൾ അതിന് പോലും പവിത്രത വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രാസക്രീഡ തത്വം. കാമം കൊണ്ട് പോലും ഭഗവാൻ എന്ത് ചെയ്യാം? ആരാധിക്കാം. ഭഗവാന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ഉദ്ധവൻ എന്ന് വിളിക്കപ്പെടുന്ന പണ്ഡിതനായിട്ടുള്ള ഒരാള് ഭഗവാന്റെ അച്ഛനും അമ്മേനെയും വീണ്ടും കാണാനായിട്ട് നന്ദഗോപരെയും യശോദയും കാണാൻ വരുന്ന സമയത്ത് ആ നന്ദഗോപരുടെയും യശോദയുടെയും വീട് എവിടെയെന്ന് ചോദിച്ച ഉദ്ധവന് ഭഗവാന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് ഈ വചത്തിലുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള രാവിലെ നീറ്റ പശുവിനെ കറന്ന് പാലുണ്ടാക്കി വെണ്ണയുണ്ടാക്കി ജീവിക്കുന്ന ഒരക്ഷരവും പഠിക്കാത്ത പാവപ്പെട്ട ഗോപികമാരാണ് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ പണ്ഡിതനായിട്ടുള്ള അദ്ദേഹം ഈ ഗോപസ്ത്രീകളുടെ വർണ്ണന കേട്ട് ഗോപസ്ത്രീകളുടെ ഭക്തി കേട്ടിട്ട് അവരുടെ കാലിൻ്റെ അടിയിൽ മണ്ണെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ തലയിലിടുക ചെയ്യുക. കാരണം നിങ്ങളുടെ മഹത്വം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതൊന്നും പ്രേമത്തിലൂടെ മാത്രം കണ്ട ഒരാളെ അല്ല അവർ നമസ്കരിക്കുന്നത്, ആ സമർപ്പണ ബുദ്ധിയോടുകൂടി കണ്ട ആൾക്കാരെയാണ്. ഇപ്പം പ്രഹ്ലാദൻ തന്നെ 9 തരം ഭക്തി പറഞ്ഞ സമയത്ത് അതിലേറ്റവും ഉയരത്തിലുള്ള, ഏറ്റവും ഔന്നത്യത്തിലുള്ള, ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഭക്തിയുടെ കണക്കായിട്ടാണ് ആത്മസമർപ്പണം, ആത്മനിവേദനം എന്നുള്ളതിനെ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഗോപികമാർ. അപ്പം അതുകൊണ്ട് അവരെ ആ രീതിയിൽ കാണുക, വെറും ഈ കാമുകി എന്നുള്ള രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്നത് ഒരേ സമയം കൃഷ്ണനോടും ഗോപികമാരോടും ചെയ്യുന്ന ഒരു അപരാധമാണ്. അതെങ്ങനെയാ അത് ഈ ഒരു തരത്തിലേക്ക് ആയത്? അതായത് ഒരു പ്രണയമായിട്ടും അല്ലെങ്കിൽ കൃഷ്ണൻ എന്താ പറയാ ഗോപികമാരുമായിട്ട് പ്രണയമാണ് എന്നുള്ള രീതിയിലൊക്കെ അത് പിന്നീട് കഥകൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആയതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ശില്പിയോട് ചിത്രയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അയ്യപ്പന്റെ ആരാണ് മാളിക ഭർത്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? അല്ല, ഇന്നിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അയ്യപ്പന്റെ ആരാണ് വാ പറഞ്ഞു വെച്ചാൽ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാതെ വളർന്നൊരു തലമുറയാണ് നമ്മൾ. അല്ലെങ്കിൽ ഇതാണ് സത്യം എന്ന് ആരൊക്കെയോ നമ്മളെ നിർബന്ധപൂർവ്വം പഠിപ്പിച്ചു. യഥാർത്ഥത്തിലുള്ള സത്യം നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടു. ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം കിട്ടാനുള്ള നിരവധിയായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു, സമൂഹത്തിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അതങ്ങനെ മാറിപ്പോയ ഒരു ഇന്റർപ്രിട്ടേഷനാണ് ഈ ഗോപികമാരുടെ ഭക്തി എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് വന്ന കാര്യം പറയാനായിട്ട് മറന്നു പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ട് മാത്രം ചിലപ്പോൾ വേഗം പോകും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ എന്താ ശരിക്കും നടക്കണത്? നമുക്ക് നോക്കൂ, ക്ഷേത്രത്തിൽ പോവുക എന്ന് പറയുന്നത് വിഗ്രഹം കാണാൻ വേണ്ടി മാത്രമല്ല. നമ്മുടെ പഞ്ചഭൂത സ്വഭാവത്തിലുള്ള നമ്മുടെ ശരീരത്തെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയയാണ് ശരിക്കും ക്ഷേത്രത്തിൽ പോകുമ്പോൾ നടക്കുന്നത്. അപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കണ്ണുകൊണ്ട് നമ്മൾ വിഗ്രഹത്തെ കാണുമ്പോൾ ആ ഒരു പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണുകൊണ്ട് നമ്മളതിനെ കാണുന്നു. ഇപ്പോൾ ഒരു പ്രസാദം കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ത്വക്ക് എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയത്തിലാണ് ചന്ദനം തൊടുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന തീർത്ഥം, അത് ജലരൂപത്തിലുള്ള സാധനത്തിനെ നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ഒരു ഇന്നർ ക്ലീനിങ് അല്ലേ, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ദഹനപരമായിട്ടുള്ള റിഫ്ലക്സും മറ്റു കാര്യങ്ങൾക്ക് അത് ഉപകരിക്കുന്നു. പൂവ് അത് മണമുള്ളതാണ്, മൂക്കിനെ അത് സ്വാധീനിക്കുന്നു അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ സ്പർശം കൊണ്ടായാലും രുചി കൊണ്ടായാലും കാഴ്ച കൊണ്ടായാലും എന്ത് തരത്തിലുള്ള ഈ പറയുന്ന സെൻസ് ആണെന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് ക്ഷേത്രം കൊണ്ട് സ്വാധീനിക്കാൻ സാധിക്കും. ഈ 5 തരത്തിലുള്ള സെൻസസിനെയും ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ഉത്തേജിപ്പിക്കുക ചെയ്യണത്. കണ്ണിനെ ദർശനം കൊണ്ട്, രുചിയെ തീർത്ഥവും പായസവും മറ്റു കാര്യങ്ങൾ കൊണ്ട്, ത്വക്കിനെ ഈ പറഞ്ഞ ചന്ദനം കൊണ്ട്, മൂക്കിനെ ഈ പറഞ്ഞ പുഷ്പങ്ങൾ കൊണ്ട്. ഞാൻ വിട്ടുപോയിട്ടുള്ള ഏതാണുള്ളത്? ചെവിയാണ് അല്ലേ. അപ്പൊ അവിടെ കീർത്തനങ്ങൾ അല്ലെങ്കിൽ മണിയൊച്ച മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിന്. അപ്പൊ ഈ 5 ഇന്ദ്രിയങ്ങളെയും ബൂസ്റ്റ് ചെയ്യിക്കുക എന്ന് വെച്ചാൽ അതിനെ കൂടുതൽ എന്താ പറയുക, അതിനെ എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? അറിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആത്യന്തികമായിട്ട് ക്ഷേത്ര ദർശനത്തിലൂടെ അറിവാണ്
ഉണ്ടാവേണ്ടത്. ഒരു നമ്മൾ ഈ പറയുന്ന സനാതന ധർമ്മത്തിലെ എല്ലാത്തിൻ്റെയും കേന്ദ്രീകൃതമായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് നോളജാണ്, അറിവാണ്. അപ്പോൾ അതിനെന്ത് വേണം? ഈ സെൻസ് ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചാലേ നല്ല രീതിയിൽ അറിവ് നമുക്ക് സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മൾ നടത്തുന്ന ഏതൊരു പ്രക്രിയയ്ക്കും അതിന് എഫക്റ്റ് കൂടുതലായിരിക്കും എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ ഈ ഓർഗൻസിനെയൊക്കെ സെൻസ് ചെയ്തിട്ടുള്ള സാധനങ്ങളെയൊക്കെ എനർജൈസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോണേ. അതുകൊണ്ട് മുമ്പത്തെക്കാട്ടിലും കൂടുതൽ എഫക്റ്റ് അതിനുണ്ടാവും. അതിനാണ് ക്ഷേത്ര ദർശനം. രണ്ട്, പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ തൊഴുതു പോരുക എന്നുള്ള രീതിയല്ലാതെ അവിടെ പോയിട്ട് കുറച്ചു നേരം നാമം ജപിക്കുക, അതുപോലെ തന്നെ വല്ല പുരാണ ശ്രവണം ഉണ്ടെങ്കിൽ അത് കേൾക്കുക, ഇതിലൂടെയൊക്കെ ഒരു ഇന്നർ ക്ലീനിങ് നടന്നുകൊണ്ടേയിരിക്കും. ഒരു അമ്പലത്തിൽ പോകുന്ന സമയത്ത് 3 തരത്തിലുള്ള ശുദ്ധി ഉണ്ടാവണം എന്ന് പറയാം. ഒന്ന് ശരീരത്തിന്റെ ശുദ്ധി, അതിനാണ് നമ്മൾ കുളിക്കുന്നത്. 2 വാക്കിന്റെ ശുദ്ധി, അതിനാണ് നമ്മൾ നാമം ചൊല്ലണത്. 2 മനസ്സിന്റെ ശുദ്ധി, 3 അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇത് 3 നടന്നിട്ട് വേണം ഒരു ക്ഷേത്രത്തിൽ പോകാൻ. അപ്പം അതുകൊണ്ട് ശരീരത്തിന് ശുദ്ധി ഉണ്ടാവാൻ കുളിക്കാം, വാക്കിന്റെ ശുദ്ധി ഉണ്ടാവാൻ നാമം ചെയ്യാം, അതേപോലെ ധ്യാനിച്ചുകൊണ്ട് മനസ്സിനെ ശുദ്ധാക്കാം, എന്നിട്ട് വേണം ക്ഷേത്രത്തിൽ പോകാൻ. അപ്പോഴാണ് ഈ ഓർഗൻസിനെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എനർജൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ പല അമ്പലങ്ങളിലും പല പല എനർജിയാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ചില അമ്പലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവിടുത്തെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വ്യാസന് തോന്നിയിട്ടുള്ള അങ്ങനെ ഭയങ്കര എന്താ പറയാ ഒരു റെയർ ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാടുണ്ട്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നമ്മള് ഇപ്പൊ എല്ലാ പ്ലഗിലും കറണ്ട് ഉണ്ട് അല്ലേ, നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ. ഇപ്പൊ ഇതിൽ കുത്തിയാലും കറണ്ട് വരും, അതിൽ കുത്തിയാലും കറണ്ട് വരും. ചില പ്ലഗുകൾ പവർ പ്ലഗുകളായിരിക്കും, അതിലെന്തുണ്ടാവും, കൂടുതൽ വോൾട്ടേജ് കിട്ടും. ഇപ്പൊ ഈ പ്രപഞ്ചം തന്നെ ഒരു വലിയ പവർ പ്ലഗാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള ആ വലിയ ശക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഓരോ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി അവിടെ അതിൻ്റെ ഒരു രൂപം പ്രതിഷ്ഠിച്ച് അതിലേക്ക് ആവാഹിച്ച് അവിടെ ആരാധിച്ചു വരുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഏറ്റവും കൂടുതൽ 70% സാധനമാണ് വെള്ളം അല്ലേ. ആ വെള്ളം പ്രപഞ്ചത്തിൽ മുഴുവൻ ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് പ്രപഞ്ചത്തിൽ നിന്ന് എവിടെയെങ്കിലും പോയിട്ട് വെള്ളം എടുത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിൽ നമ്മൾ കിണർ പ്രത്യേകിച്ച് കുഴിക്കണം, അപ്പോഴേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ മുഴുവനുള്ള ചൈതന്യത്തെ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കണം, ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവനുള്ള ശക്തിയെ ഒരു വിഗ്രഹ രൂപത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ പ്രതിഷ്ഠിക്കുന്ന, നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും മുമ്പുള്ള പൂർവികരായിട്ടുള്ള ആൾക്കാർ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും അതിനും മുമ്പുള്ള ഋഷിമാർ പ്രതിഷ്ഠിച്ചിട്ടുള്ളതും അതിനും മുമ്പുള്ള ദേവന്മാർ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായിട്ടുള്ള നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ഉണ്ട്, പലയിടത്തുണ്ട്. നമുക്ക് അറിയുന്നതുണ്ട്, അറിയാത്തതുണ്ടായിരിക്കാം. അതിലിപ്പോൾ ഗുരുവായൂർ അമ്പലം പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഇരിക്കുന്ന ആ വിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് ആരാധിച്ചതാണ്. 2, ഭഗവാന്റെ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും വായുദേവനും ചേർന്നിട്ടാണ്. 3, ആ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള കാരണമായിട്ട് ആ സ്ഥലത്തെ കണ്ടുപിടിച്ചത് അവിടെ മഹാദേവന്റെ പാദസ്പർശമുള്ളതുകൊണ്ടാണ്. അപ്പം ഇത്രയധികം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പോയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാകുന്ന എനർജി നമ്മളെ എന്ത് ചെയ്യും, സ്വാധീനിക്കും അല്ലേ. ഇതുപോലെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പം നമ്മുടെ എനർജി ലെവലും ആ ക്ഷേത്രത്തിലെ എനർജി ലെവലും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. നമ്മുടെ എനർജി എപ്പോഴും കുറവായിരിക്കും, അവിടെ ഉള്ള എനർജി ലെവൽ വളരെ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ആ എനർജി ലെവലിൻ്റെ ഫ്ലോ, എനർജി എപ്പോഴും കൂടിയ ഭാഗത്തുനിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് സഞ്ചരിക്കുക. കുറഞ്ഞിടത്തു നിന്ന് കൂടിയിടത്തേക്ക് പോകാൻ എനർജിക്ക് സാധിക്കില്ല, കൂടിയിടത്തുനിന്ന് ഫ്ലോ ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ഉയർന്ന ഊർജത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ എനർജി എന്ത് ചെയ്യുന്നു, വീണ്ടും വർദ്ധിക്കുന്നു. അതുകൊണ്ട് അത് ചോദിക്കുന്നു. ഇപ്പോൾ ഗുരുവായൂർ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുള്ളൂ, ഗുരുവായൂർ മാത്രമല്ല ഇഷ്ടംപോലെ അമ്പലങ്ങൾ ഉണ്ട്. അവനവൻ്റെ വീട്ടിലിരുന്നാലും അത് അനുഭവിക്കാൻ തക്ക രീതിയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കും. അതിനാണ് ഈ ഉപാസന, സാധന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഈ രാസലീലയുടെ യഥാർത്ഥ ആത്മാർത്ഥത എന്താണെന്നാണ് വ്യാസൻ കരുതുന്നത്? നോക്കൂ, ഇപ്പം വൃന്ദാവനത്തിൽ ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം എന്ന് കരുതിയ ഗോപസ്ത്രീകൾ കാർത്യായനി വ്രതം എന്നൊരു വ്രതം എടുക്കും. കാർത്യായനി മഹാമായി മഹായോഗിന്യതീശ്വരി നന്ദഗോപ സുതം ദേവി പതിമേ ഗുരവേ നമ. വെച്ചാൽ നന്ദഗോപൻ്റെ മകനായിട്ടുള്ള കൃഷ്ണൻ ഞങ്ങൾക്ക് പതിയായിട്ട് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വ്രതം എടുക്കുന്നു. ആ വ്രതത്തിൻ്റെ അവസാനമാണ് അവർ ഈ വസ്ത്രമിടാതെ നദിക്കരയിൽ പോയി കുളിക്കുന്നതും ഭഗവാൻ അവരുടെ വസ്ത്രം കൊണ്ടുവന്നതും വസ്ത്രം ഇടാതെ നദിയിൽ ഇറങ്ങിയതുകൊണ്ട് നിങ്ങളുടെ വ്രതം മുടങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന ആ ലീലയൊക്കെ നടക്കുന്ന സമയത്താണ്. പിന്നീട് അവരെ ഭഗവാൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചോളാം. അങ്ങനെയാണ് ഈ രാസക്രീഡ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഭാഗവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് രാസക്രീഡ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ആരൊക്കെയോ പഠിപ്പിച്ചിട്ടുണ്ട്, കൃഷ്ണൻ കുറേ ഗോപസ്ത്രീകളോടൊപ്പം നൃത്തം ചെയ്യുക, ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള എന്തൊക്കെയോ തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് രാസക്രീഡ. അത് അതിൻ്റെ ഏറ്റവും അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള വിഷയമാണ്. രാസലീലയിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഒരു വികാരത്തെ,
ഇപ്പോൾ ഗോപികമാരുടെ മനസ്സിലുണ്ടായിരുന്ന വികാരം ഇപ്പോൾ പ്രേമം അല്ലെങ്കിൽ കാമം എന്നുള്ള വികാരമാണ്. പൊതുവിൽ എല്ലാവരും ഈ കാമത്തെ ഭയങ്കര മോശം സാധനമായിട്ടാണ് കാണുക. ഈ സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് എന്തോ മോശമാണ്, ചെറുതാണ്. പക്ഷെ അതുപോലും ഭഗവാനിലേക്ക് തിരിയുമ്പോൾ അതിന് പോലും പവിത്രത വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രാസക്രീഡ തത്വം. കാമം കൊണ്ട് പോലും ഭഗവാൻ എന്ത് ചെയ്യാം? ആരാധിക്കാം. മനസ്സിലായില്ലേ? അതായത് എല്ലാവരും മുദ്ര കുത്തുന്ന നമ്മുടെ ചില സെമറ്റിക് മതങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം കൊണ്ടാണ് ഈ കാമം എന്ന് പറയുന്നത് എന്തോ മോശമാണ് എന്നൊരു സാധനം നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര മോശമായിട്ടുള്ള എന്തൊരു സാധനമാണ്. അങ്ങനെയല്ല, അതുപോലും നിങ്ങൾ ഭഗവാനിലേക്ക് തിരിക്കും എന്നാണ് രാസക്രീഡ പറയുന്നത്. കാരണം കാമം കൊണ്ട് ഗോപസ്ത്രീകൾക്ക് ഭഗവാൻ ലഭിച്ചിട്ടുണ്ട്. അത് അവർ കാമപൂർത്തീകരണത്തിന് ഭഗവാൻ ആഗ്രഹിച്ചിട്ടല്ല, അവരുടെ ആ ഗുണത്തെ അവർ ഭഗവാനെ സമർപ്പിച്ചു, അതൊന്നും അവർ മുക്തരായി. വെച്ചാൽ വിഷത്തിനെ വിഷം കൊണ്ട് എടുക്കുക എന്ന് പറയില്ലേ, മുള്ളിനെ മുള്ളു കൊണ്ട് എടുക്കുക. ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ഇമോഷനാണ് ഈ കാമം എന്ന് പറയുന്നത്. അതിന് അതുകൊണ്ട് തന്നെ ഭഗവാൻ എടുത്തത്. എന്നിട്ട് എന്ത് ചെയ്തു? ഗോപസ്ത്രീകളെ കൂടുതൽ ശുദ്ധരാക്കി മാറ്റി. അതാണ് യഥാർത്ഥത്തിൽ രാസക്രീഡ തത്വം. അല്ലാണ്ട് കൃഷ്ണൻ കുറെ സ്ത്രീകളുടെ കൂടെ പാട്ട് പാടി രാരവേണു ഡാൻസ് കളിച്ചു എന്നതിനെ കാണരുത്. ഈ വെണ്ണക്കണ്ണൻ നമ്മളെന്താ പഠിപ്പിക്കുന്നത്? കൃഷ്ണന് വെണ്ണയാണ് ഇഷ്ടം എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണത്. മനസ്സാകുന്ന വെണ്ണ എന്നാണ് അതിൻ്റെ സങ്കല്പം. എപ്പോഴും നമ്മുടെ മനസ്സിനെ ഒരു വെണ്ണക്കുടമാക്കി കീപ്പ് ചെയ്യുക. മനസ്സ് വെണ്ണ പോലെ ആവുക എന്ന് വെച്ചാൽ ഏറ്റവും പരിശുദ്ധമാവുക എന്നാണ്. പാല് തൈരായി, തൈര് വെണ്ണയാക്കണം എന്നുണ്ടെങ്കിൽ അതിനെ കടയണം അല്ലേ? തൈര് കടഞ്ഞാലാണ് അതിന് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വെണ്ണ കിട്ടുന്നത്. അതിനെയാണ് പിന്നെ നെയ്യാക്കി മാറ്റണത്. അപ്പോൾ ആ വെണ്ണ ഭഗവാന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഈ തരത്തിലുള്ള പലതരത്തിലുള്ള ഗുണങ്ങളൊക്കെ അടങ്ങി ആ മനസ്സിനെ കടഞ്ഞ് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വെണ്ണയാക്കിയിട്ട് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് ഭഗവാൻ വന്ന് സ്വീകരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ കുറേ മിൽമ പാലിൻ്റെ ഔട്ട്ലെറ്റ് പോയിട്ട് വെണ്ണ വാങ്ങിയിട്ട് ഗുരുവായൂർ കൊണ്ടേ കൊടുക്കും എന്ന് മാത്രമല്ല അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിനെ വെണ്ണയാക്കി മാറ്റുക. ഈ ചിത്തചോര എന്നാണ് ഭഗവാനെ വിളിക്കുക. നവനീത ചോര എന്ന് രണ്ടാമതാണ് വിളിക്കുക. ചിത്തചോര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനസ്സിനെ കക്കുന്നവനെ, മോഷ്ടിക്കുന്നവനെ, വെണ്ണയെ മോഷ്ടിക്കുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മനസ്സാകുന്ന വെണ്ണയെ മോഷ്ടിക്കുന്നവനെ. ഇത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഡയറി പ്രൊഡക്ട്സിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ഭഗവാനെ കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ.